KCF ഇന്റർനാഷണൽ കൗൺസിൽ അധ്യക്ഷനും KCF UAE-യുടെ എല്ലാമായ വന്ദരായ സാദി ഉസ്താദ്, KCF UAE നാഷണൽ കാര്യദർശി ബ്രൈറ്റ് ഇബ്രാഹിം സാഹിബ്, KCF IC ക്യാബിനറ്റ് അംഗം ഉസ്മാൻ ഹാജി, നമ്മുടെ ബഹുമാനപ്പെട്ട കരീം ഉസ്താദ്, പ്രയോജകരായ തങ്ങൾ മുസ ഹാജി, നൽക ഹാജി അടങ്ങുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, കൂട്ടുകാർ, KCF ഡേ എന്ന അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഡേ എന്ന ഒരു മഹത്തരമായ വേദിയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം എല്ലാവരും കുടുങ്ങിയില്ലേ? അല്ലേ? കുടുങ്ങിയില്ലേ? പ്രതിജ്ഞ രക്ഷയില്ലേ? അപ്പോ ഈ ചെല്ലുതൊക്കെ ഓക്കെ തന്നെയല്ലേ? അല്ല, വെറുതെ ചെല്ലുക. റമദാൻ മാസമായപ്പോ പള്ളിയിൽ തറാവീസ്കാരം കഴിഞ്ഞാൽ നവൈത്തു സോമഗദിൻ അന്നദായി എന്ന് പറയും. എന്താ സംഭവം ചെല്ലുന്നതിനൊക്കെ അറിയില്ല. പിന്നെ തിരിച്ചൊക്കെ പോവും. അതാണ് നിയത്തിനെ മനസ്സിലാക്കിയത്. അത് നിയത്ത് തന്നെയാണ്, പക്ഷെ അത് കൽബിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കൽബിലാണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. അല്ലാഹു ഖബൂലാക്കട്ടെ. സഹോദരന്മാരെ, എന്റെ വിഷയം റമദാൻ മുന്നൊരുക്കമാണ്. ബഹുമാനപ്പെട്ട സാദി ഉസ്താദ് നല്ല അർത്ഥഗംഭീരമായ റമദാനിന് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ എന്താണ് ആവേണ്ടത് എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഷാർജയെ സംബന്ധിച്ചിടത്തോളം നൽക ഹാജി ഇന്നലെ വിളിച്ചിട്ട് ഞങ്ങളോട് 8 മണിക്ക് മുമ്പ് നിർബന്ധമായും എത്തണം, ഒരുപാട് പ്രവർത്തകന്മാരെ വിളിച്ചു കൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 7:45 സഫീർ മോൾ ക്രോസ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ 13 മിനിറ്റ് പിന്നെയും കാണിക്കുന്നുണ്ട്. പഠിച്ചോ നടത്തെ 8 മണിക്ക് എത്തോ ഇല്ല എന്നുള്ള ബേജാറില്ല. അപ്പോൾ അതല്ല, 8 മണിക്ക് മുമ്പേ ഞങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തു. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മളെ കാണുന്നില്ല, ഞങ്ങളെത്തിയിട്ട് നമ്മളെ കാണുന്നില്ല, നെൽക്കാജിനും തീരെ കാണുന്നില്ല. അപ്പൊ ഏതായാലും ആവട്ടെ, അതിന് കാരണങ്ങളുണ്ടാവും. അബുദാബിതൊക്കെ അവന് ട്രാഫിക് ജാമാണ്. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ട്രാഫിക് ജാമായിട്ട് വരികയാണ്. ആവട്ടെ, അള്ളാഹുലേക്കും ബർക്കത്ത് ചെയ്യും. ഒരുമിച്ചുകൊണ്ടാ നിങ്ങൾ രണ്ടാൾ വന്നിട്ടുള്ളൂ, വേറെ വന്നിട്ടില്ല കൂടെ. പിന്നെ വന്നത് ഏതായാലും ആവട്ടെ. ഇപ്പൊ ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നല്ല. KCF ഫൗണ്ടേഷന്റെ ആഘോഷിക്കാണ് നാം. ഒരു നല്ല ഹെഡിങ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡേ ആഘോഷിക്കുന്നത്. ആരാണത് പറയാൻ പറ്റിയായിരിക്കാം? നമ്മുടെ ശീർഷികം എന്താണ് ഇന്നത്തെ വിഷയത്തിൽ? നോക്കിയിട്ട് പറഞ്ഞാൽ കന്നഡത്തിൽ പറയും. ಸೇವೆ ನಮ್ಮ ಶಕ್ತಿ, ಬದ್ಧತೆ ನಮ್ಮ ಗುರುತು. യെസ്, സേവേ നമ്മ ശക്തി, ബദ്ധത്തെ നമ്മ ഗുരുത്വം. ഈ ഒരു ശീർഷികം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത്. നാഷണൽ പെൻ എത്ര ആൾ നോക്കണം? ആരാണ് നാഷണൽ പെൻ? 3 ആളാണ്. റോളിൽ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട്, ആൾക്കാർ. നഹദി എല്ലാവരും ഉണ്ട്. അറുപത് പിന്നെ മൊത്തത്തിലുണ്ട്. അതുപോലാവട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട KCF എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം കഴിഞ്ഞ 13 വർഷങ്ങളിൽ നമ്മൾ എന്തുണ്ടാക്കി എന്നതാണ് നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതലായ പോയിന്റ്. അതാണ് 13 വർഷം മുമ്പുള്ള KCF, 13 വർഷം മുമ്പേ ഇവിടെ വന്നിട്ടുള്ള ഞാനും നിങ്ങളും ഒക്കെ ഉള്ള ഒരവസ്ഥ, അതിലേക്കൊന്ന് ഇപ്പോ നിങ്ങൾ ബാക്കോട്ടേക്കൊന്ന് പോയാൽ എന്തായിരിക്കും അതിന്റെ ഹാല്? അല്ലേ? 13 വർഷം മുമ്പുള്ളൊരു അവസ്ഥ എന്താണ്? ഇപ്പോൾ KCF-ന്റെ അവസ്ഥ എന്താണ്? നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സാദി ഉസ്താദ് ആ വിഷയം സൂചിപ്പിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ആഴ്ചയിലുള്ള നമ്മുടെ KCF-ന്റെ സാന്ത്വനം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വോയിസ് പല ഗ്രൂപ്പുകളിലും വൈറലായിട്ടുണ്ടായിരുന്നു. എന്താണത്? ഒരാൾ പറയുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ എൻ്റെ ഭാര്യ വിളിച്ചിട്ട് നിങ്ങൾ KCF-ൽ മെമ്പർ ആവാത്തത് എന്ത് എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ കുടുംബക്കാർ പലരും അങ്ങനെ ചോദിക്കുന്നു, നിങ്ങളും KCF-ൽ എന്തുകൊണ്ട് മെമ്പറായില്ല? ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ടീം ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തേ അതിൽ കൂടിയില്ല എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളുടെ നാട്ടിലുണ്ടായി എന്ന് പറഞ്ഞാൽ
KCF 13 വർഷങ്ങളെ കൊണ്ട് എന്തുണ്ടാക്കി എന്നതിന് വളരെ വ്യക്തമായ മറുപടി ആ വാക്യം നൽകുന്നുണ്ട്. അല്ലേ? 2013 ഫെബ്രുവരി 15 അഭിവന്ദനായ ശൈഖുനാ മുർഷിദുനാ താജുൽ ഫഖഹാ നവ്വറല്ലാഹു മർഖദ, അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കണം. അവിടുത്തെ മദദ് അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും KCFന്റെ മുഴുവൻ സംഘ കുടുംബത്തിലെ എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ അബ്ദുൽ ലത്തീഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതെ, KCFന്റെ പ്രവർത്തനങ്ങളുമായി എപ്പോഴും സഹകരിക്കുന്നതാണ്. ICFന്റെ ആളായാലും അപ്പൊ ICF ആയാലും KCF ആയാലും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇരിക്കുന്ന ആളുകളൊക്കെ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സേവേ നമ്മ ശക്തി. സേവേ നമ്മ ശക്തി എന്ന് പറയുന്ന ഈ വലിയൊരു ശീർഷിക യഥാർത്ഥത്തിൽ റമദാനിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പ്രസംഗിക്കണമെന്നാണ് എന്നോട് സംഘാടകർ പറഞ്ഞത്. എന്താണ് റമദാൻ? ഞാൻ റമദാനിന് വേണ്ടി ഒരുങ്ങാൻ. എന്താണ് റമദാനിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? 2 മാസം മുമ്പേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ 2 മാസം മുന്നേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബല്ലിഗ്നാ റമദാൻ, റമദാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണമേ എന്ന് ദുആ ചെയ്യുകയും ആ ദുആ സുന്നത്താക്കുകയും ചെയ്തു. മറിന്റെ ബാക്കിൽ ആവശ്യമില്ലെങ്കിൽ ആരും നിൽക്കരുത്. എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുക. ആരുടെ ബാക്കിൽ ആരുണ്ടെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ ആൾ നിൽക്കുമ്പോൾ സൗണ്ട് വരുന്നത് കൊണ്ടാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ബല്ലിഗ്നാ റമദാൻ എന്ന് പറയുന്ന വലിയ ഒരു വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എന്താണ് ഈ ബല്ലിഗ്നാ റമദാൻ എന്ന് പറയുന്ന ദുആയിലൂടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? എന്താവണം? എന്താണ് റമദാൻ? എന്തിനാണ് റമദാൻ? എങ്ങനെയാണ് റമദാൻ എന്നത് വേറൊരു വിഷയമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 113 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു എല്ലാവർക്കും അറിയാം, കാണാതെ ആയത്തറിയാം. കാരണം 6-ാം വയസ്സ് മുതൽക്ക് തന്നെ ഇത് വയത് കേട്ട് പഠിച്ചിട്ടുള്ള ഒരായത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞു നിർത്താതെ അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ് നോമ്പ്. നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ് നോമ്പ്. നോമ്പ് എന്ന് പറയുമ്പോൾ വെപ്രാളപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്താണ്? ഇപ്പം തന്നെ ഇഹ്സാന്റെ ഇഫ്താർ 4 സെക്ടറുകളിൽ ഇഫ്താർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു വേണ്ടി ഇപ്പൊ റെഡിയാക്കണം. നോമ്പ് തുറക്കാൻ ഷാർജയിലാണ്. 2ാമത്തെ നോമ്പ് മുതൽ ഷാർജയിൽ തുടങ്ങണം. അതിനു വേണ്ടി റെഡിയാക്കണം. ഇഫ്താറിന്റെ ഭക്ഷണം ഉണ്ടാക്കണം, നോമ്പ് തുറ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരുപാട് പണികളുണ്ട്. നാട്ടിലാണെങ്കിൽ അതിനേക്കാളും വേറെ എന്തെല്ലാം പരിപാടികൾ വേറെ. കുടുംബത്തിന് ഇപ്പം തന്നെ ഡ്രസ്സ് വാങ്ങാനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കണം. പള്ളിക്ക് കൊടുക്കേണ്ട പിരിവിന്റെ പട്ടി വേറെ. ഇവിടെ തന്നെ സ്ഥാപനക്കാർ ഇപ്പം തന്നെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചിട്ട്. ഇങ്ങനെ മൊത്തത്തിൽ റമദാന് വരുമ്പോ എന്തായിട്ടുണ്ട്? മൊത്തത്തിൽ ബേജാറിലാണ് നമ്മൾ. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ. ഈ 2 മാസം ബല്ലിഗ്നാ റമദാൻ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നത് എന്തിനാണ്? തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. എന്താണ് ഈ തഖ്വയുള്ളവരാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താണ്? അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിലുള്ള ജീവിതം നയിക്കുക എന്നതാണ് അതിന്റെ ഒരു
അൽഹാസിൽ പറയുന്ന മറുപടി അതാണ്. അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ട് അവൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് നമുക്കല്ലേ, നമ്മുടെ ജീവിതത്തിലെ അല്ലേ എല്ലാവർക്കും ഉണ്ട്. ഒരു ഗോള് വേണം നമുക്ക്. നമ്മുടെ ഒരു പ്ലാൻ നമ്മളെ കുറിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു അൾട്ടിമേറ്റ് ഗോൾ വേണം. നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അതെന്താണ് ഗോള്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റ് ആണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. ആ സബ്ജക്റ്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിത്തീരുക, അതാണ് നമ്മുടെ നോമ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ ഒരു നീണ്ട അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും എത്ര മണിക്ക് പോകേണ്ടി വരും ഇന്നിപ്പോൾ? 12 മണിക്ക്. നമ്മൾ ഇന്നലെ രാവിലെ 4 മണിക്കാണ് അബുദാബിയിൽ എത്തിയത്, മീറ്റിംഗ് കഴിഞ്ഞു. ഇന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സായിദ് ഉസ്താദിന്റെ പ്രഖ്യാപനം ഐസിയിൽ വന്നിട്ടുണ്ട്, ഇന്ന് യൗമുൻ നഖാ ആണ്. യൗമുൻ നഖാ എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധീകരണ ഡേ ആണ്. ഇത് കേൾക്കുന്നത് നമ്മളിങ്ങനെ ഉണ്ടായിരിക്കാൻ പറ്റും. അപ്പൊ രാവിലെ റൂമുകാരൊക്കെ വിളിച്ചു കൂട്ടി 3 മണി വരെ ശുദ്ധിയായി, റൂം ക്ലീൻ ആക്കി തുടങ്ങി. രക്ഷയില്ല, ഐസിനെത്തൊക്കെ പറഞ്ഞല്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്തിരിക്കാൻ പറ്റും? അമീർ സായിദ് അതിന്റെ വോയിസും വന്നു എക്സിക്യൂട്ടീവ്. അപ്പൊ ഒരു രക്ഷയില്ല, നക്കായിട്ട് 3:30 മണി വരെ നക്കായി. അപ്പോഴേക്ക് പിന്നെ സഫറായി, ഇങ്ങോട്ടേക്ക് ഓട്ടം തുടങ്ങി. ഇനി നാളെ രാവിലെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ ഡ്യൂട്ടി ഒറ്റയടിക്ക് ദിവസം കിട്ടാൽ മൺഡേ. എല്ലാവർക്കും ഉണ്ടാവും, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ പ്രിയമുള്ള സഹോദരന്മാരെ, തഖ്വ എന്ന് പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ നോമ്പിനെ വരവേൽക്കുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്. നിങ്ങൾ വിചാരിക്കേണ്ട ബിർറ് എന്ന് പറഞ്ഞാൽ കിഴക്കും പടിഞ്ഞാട്ടും തിരിയുന്ന ഒരു പരിപാടി ഉണ്ട്. അതെന്താ പരിപാടി? അത് പറയില്ല, അതറിയില്ലേ? കിഴക്കും പടിഞ്ഞാറ് തിരിഞ്ഞൊരു പരിപാടി ഉണ്ട് നമുക്ക്. എന്താ അത്? മുത്തുമുമിനികള് നിസ്കാരമാണ്. നമ്മൾ പടിഞ്ഞാറേക്ക് തിരിയുന്നു, പടിഞ്ഞാറുള്ളവർ കിഴക്കോട്ട് തിരിയുന്നതാണ് തിബില എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും പടിഞ്ഞാറല്ല, നമുക്ക് പടിഞ്ഞാറാണ് തിബില, പടിഞ്ഞാറുള്ളവർക്കും മശ്രിഖാണ് തിബില, നമുക്ക് അങ്ങോട്ടാണ് തിബില. പിന്നെ എന്തുകൊണ്ട് വടക്കും തെക്കും പറഞ്ഞില്ല ഖുർആൻ? വടക്കും തെക്കും ആൾ താമസം കുറവാണ്, അതുകൊണ്ടാണ് വടക്കും തെക്കും വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കാത്ത. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്. അപ്പൊ മശ്രിഖ് മഗ്രിബിലേക്ക് തിരിയുന്ന ഈ നിസ്കാരം എന്ന് പറയുന്ന കാര്യമാണ് ഇബാദത്ത് എന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. അതൊരു ബിർറ് അല്ലാതല്ല, അത് മാത്രമേ ബിർറ് ഉള്ളൂ എന്ന് നിങ്ങൾ ധരിക്കരുത്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്. ദീർഘമായ ആ വിഷയം വിശദീകരിക്കുന്നു. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയം കൂടുതലായി ദീർഘമായി പറയുന്നില്ല. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എന്നത് മാത്രമല്ല, അത് ഒരു പാട്ടാണ്. നോമ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പാട്ടാണ്. സക്കാത്ത് എന്ന് പറയുന്നത് വേറെ ഒരു പാട്ടാണ്. ഹജ്ജ് എന്ന് പറയുന്നത് വേറെ ഒരു പാട്ടാണ്. ഒരുപാട് ആളുകൾ ഇപ്പൊ ഹജ്ജിന് ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ GS ഇബ്രാഹിം ഹാജി കുടുംബവും ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിൽക്കണം. അള്ളാഹു മർദിയും മഖബൂൽ മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അവർക്കും കുടുംബത്തിനും നമുക്കെല്ലാവർക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് തൗഫീഖ് ചെയ്തു തരണം. അതൊരു പാട്ടാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം നമ്മുടെ തഖ്വ ആവുന്നില്ല. മറിച്ച് എന്തു വേണം? നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനാണ് KCF എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന അജണ്ടകൾ. അതാണ്. നിങ്ങൾ നോക്ക്, KCFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? സേവയെ നമ്മ ശക്തി. സേവനമാണ് നമ്മുടെ ശക്തി, അല്ലേ? അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. എല്ലാവർക്കും അറിയാം, അല്ലേ? ഷാജക്കാട് പ്രത്യേകമായിട്ട് വാത് പറയേണ്ട ആവശ്യമില്ല. എല്ലാം വാത് ഇങ്ങനെ കേട്ട് ഒരുപാട് ക്ലാസ് കാണുന്നു. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്.
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. ജനങ്ങൾക്ക് അതാണ് സേവയെ നമ്മ ശക്തി എന്ന് പറയുന്ന പ്രമേയത്തിന്റെ ഒന്നാമത്തെ ഘടകമാണ്. സേവനം ചെയ്യുക. ഈ സേവനം എന്ന് പറഞ്ഞ എന്ത് വിഷയത്തിലാണ് സേവനം ചെയ്യേണ്ടത്? എന്ത് വിഷയത്തിലാണ് നമ്മൾ സേവനം ചെയ്യേണ്ടത്? ഗൾഫ് ഇഷാറ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ഗൾഫ് ഇഷാറ? നെൽക്കാജ് പറഞ്ഞു റോളയിലൂടെ നടന്നപ്പോ ആരോ ഒരാൾ പറഞ്ഞു അത്രേ, പിന്നെ ജൂൺ മാസത്തിൽ വരുന്നത് ഫെബ്രുവരിന്റെ മാസത്തിന്റെ ഇഷാറയാണെന്നാണ് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അയാൾക്ക് എത്തിച്ചു കൊടുക്കാത്ത സെക്ടറുകാർക്ക് അള്ളാഹു അതിൽ എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖും കൊടുക്കട്ടെ. ഈ സെക്ടറുകാരെന്ന് പറഞ്ഞാൽ സെക്ടറുകാരെ ഇപ്പൊ ആക്ഷേപിക്കേണ്ടത് സെക്ടറുകാരെയാണ്. കാരണം സെക്ടറുകാർക്ക് കൃത്യമായി ഫെബ്രുവരിയിൽ തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? കൊടുത്തിട്ടില്ലേ സാർ? ഇല്ലേ? മൊബൈലിലേക്ക് നിങ്ങളെ കൊണ്ടുണ്ടാവും. അതിന് സെക്ടറുകാരെന്താ ഇല്ല? ആ പാവപ്പെട്ട മനുഷ്യന് ജൂണിലാണ് എത്തിച്ചു കൊടുത്തത്. അയാൾ മനസ്സിലാക്കി ഫെബ്രുവരിന്റെ അന്ന് തന്നെ വരുന്ന എപ്പോഴാണെന്നാണ്. ജൂണിലാണ് വരുന്നത് മനസ്സിലാക്കി. ഉത്തരവാദി ആരാ? സെക്ടറിന്റെ പബ്ലിക്കേഷൻ ഭാരവാഹികളാണ്. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ടതില്ല. ഞാൻ പറഞ്ഞത് ഗൾഫ് ഇഷാറയ്ക്ക് വേണ്ടി വരിചേരാൻ പോകുമ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ്. അതേ സമയത്ത് നെൽക്കാജൊരു അഭിപ്രായം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ 10 ഇഷാറയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അല്ല, എത്ര? നെൽക്കാജിക്ക് 10 ഇഷാറയും കൂടി വായിക്കാൻ കഴിയോ? പിന്നെ ഒന്നെ വായിക്കുന്ന കഷ്ടത്തിലാണാ പറഞ്ഞത്. അതിന് സമയം കിട്ടുന്നില്ല. അത് പലരും വായിച്ചിട്ടില്ല എന്ന് പല മഞ്ഞനായിട്ട് കിസ് കൊണ്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇരിക്കട്ടെ. ഗൾഫ് ഇഷാറ എന്ന് പറയുന്നൊരു പ്രവർത്തനം ഇവിടെ KCF അവതരിപ്പിച്ചു. 10 വർഷമായി നമ്മുടെ മുമ്പിൽ ഗൾഫ് ഇഷാറ വരും. ഇതൊരു സേവനമാണോ? അല്ലേ? ഉറപ്പല്ലേ? എന്തുകൊണ്ട് സേവനമാണ്? നമ്മളെ 3000 കോപ്പികൾ അല്ലെങ്കിൽ 10,000 ആളുകളിലേക്ക് ഗൾഫ് ഇഷാറ എത്തുമ്പോൾ അതിലൂടെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ വെളിച്ചമുണ്ടായെങ്കിൽ അത് 9 കൊല്ലം 10 കൊല്ലത്തിൽ ഒരു പ്രാവശ്യത്തെ ഒരു ഇഷാറയുടെ ഒരു വേർഡ് കൊണ്ടുണ്ടായെങ്കിൽ അതിന്റെ ഫലത്തിൽ നമുക്കതിൽ പാർട്ണർഷിപ്പില്ലേ? നമുക്കതിൽ ഷെയറില്ലേ? ഉണ്ടോ? ഇല്ലേ? തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ ഗൾഫ് ഇഷാറ എന്ന് പറയുന്നത് ഇവിടെ ഇസ്ലാമിന്റെ ഇസ്സത്തായി നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു ആയുധമാണ്. കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാനും മൂസാജിയും കൂടി ഒരു മീറ്റിങ്ങിന് പോയി ദുബായിൽ. 38 സംഘടനയുടെ ടോപ്പ് ലീഡർമാർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 38 സംഘടന കർണാടകയിൽ. ഞാനിപ്പോ 38 സംഘടന മാത്രമല്ല, 138 സംഘടനകൾ കർണാടകയുടേത് ഇവിടെ ഉണ്ട്. അത് ആ പരിപാടിക്ക് വന്ന അവരുമായി ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ആളുകളാണ്. ആ കമ്മിറ്റികളെല്ലാം ഉണ്ടായിട്ടും ഇതുവരെ കന്നഡികർ എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഏതെങ്കിലും ഒരു ടീമിന് കന്നഡത്തിൽ ഒരു മാസികയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ പോലും പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല. സുവനീറുകളൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടാവാം. എങ്കിൽ നമുക്കത് അഭിമാനിക്കാനുള്ളതല്ലേ? അതിനുവേണ്ടി നാം ചെയ്യേണ്ട ഖിദ്മത്ത് അത് ഒരു സേവനമല്ലേ? അത് നാം അല്ലാഹുവിന്റെ ദീൻ നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഖിദ്മത്തല്ലേ? എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ബേജാറായി നിൽക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് വരുന്നു മുത്തഖിയാവാൻ. തഖ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പാട്ടാണ് ഗൾഫ് ഇഷാറ. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ മണിക്കൂറുകൾ ട്രാഫിക് ജാമായിട്ടും പാർക്കിംഗ് കിട്ടാതെയും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുവെങ്കിൽ ഇത് വെറുതെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ഉണ്ട്. ഒരിക്കലുമില്ല. കാരണം നമ്മുടെ ഈ ചലനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് സൽകർമ്മമായി എഴുതപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അതല്ലേ പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇഅ്തികാഫിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ സഹായ അഭ്യർത്ഥനവുമായി വന്ന് പുറത്തേക്ക് വിളിച്ചപ്പോൾ കൂടെ നിൽക്കുന്ന മറ്റൊരാള് തങ്ങൾ ഇപ്പോൾ ഇഅ്തികാഫിലാണല്ലോ,
ഈത്തിക്കാഫിലാണെങ്കിൽ പിന്നെ എങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുക? ഈത്തിക്കാഫ് നഷ്ടപ്പെട്ടു പോകുമല്ലോ. മൻ ഇഅ്തകഫ ഫിൽ മസ്ജിദി ഫവാഖ നാഖത്തിൻ കമൻ അഅ്തക റഖബതൻ മിൻ വുൽദി ഇസ്മാഈൽ. ഒരു ഒട്ടകത്തിനെ അറുക്കാൻ വേണ്ടി, അറുക്കുന്ന അകടിലേക്ക് പാല് വരാൻ വേണ്ടി ഒട്ടകത്തിന്റെ കുട്ടിയെ അഴിച്ചുവിടുന്ന സമയത്ത് അത്ര സമയം, അഥവാ ഒരു 10-15 മിനിറ്റ് സമയം ആ കറക്കുന്ന ആള് അകിട് നോക്കി കാത്തിരിക്കുന്നുണ്ടാവാം. പാലിങ്ങനെ അകിടിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയാണ് കുട്ടിയെ അഴിച്ചുവിടുന്നത്. ആ പാല് ഇറങ്ങി വരുന്ന സമയം ഒരാൾ പള്ളിയിൽ ഇത്തിക്കാഫിരുന്നാൽ അതിനുള്ള പ്രതിഫലം എത്രയാണ്? കാന കമൻ അഅ്തക റഖബതൻ മിൻ വുൽദി ഇസ്മാഈൽ. അറബികളുടെ ഏറ്റവും ടോപ്പ് ആണ് ഉൽദു ഇസ്മായിൽ, ഇസ്മായിൽ സന്തതി എന്ന് പറയുന്നത്. ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട ഒരു അബദിനെ വിലക്കെടുത്ത് മോചിപ്പിക്കുന്നതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് 10 മിനിറ്റിന്റെ ഈത്തിക്കാഫിന്റെ പ്രതിഫലമാണ്. ഈ ഈത്തിക്കാഫ് ഒഴിവാക്കിയിട്ട് മറ്റു വിഷയത്തിന് വേണ്ടി ഇറങ്ങുകയോ, ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് വചനം പഠിപ്പിച്ചു കൊടുത്തു. നീ നിന്റെ ഒരു സഹോദരന്റെ ആവശ്യത്തിനു വേണ്ടി പുറത്തിറങ്ങുന്നത് നിനക്ക് ഈ ഈത്തിക്കാഫിനേക്കാളും പുണ്യമുള്ളതാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ ഏതാണ് സൽക്കർമ്മം എന്ന് പറയുന്നത്? ഒരു സ്വാന്തനം പ്രവർത്തനം. റഫീഖ് ഉസ്താദ് നേരത്തെ അധ്യക്ഷ പ്രഭാഷണത്തിൽ പറഞ്ഞു 11ാമത്തെ വീട് ഷാർജ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സജിപ്പക്കടുത്ത 300-ൽ വെച്ച് അതിന് കുറ്റിയടിക്കൽ കഴിഞ്ഞിട്ട് 2ാം വർഷമാവുകയാണ് തോന്നുന്നു എനിക്കല്ലേ. ഒരു വർഷം ഞാൻ കഴിഞ്ഞ വെക്കേഷന് പോയപ്പോഴാണ്. ഞാനും അതിൽ പങ്കാളികളായിരുന്നു. അത് പൂർത്തിയാക്കാനുണ്ട്, അത് ബാക്കിയുണ്ട്, അത് സ്ലോ ആകുന്നത് പൈസ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അള്ളാഹു എല്ലാവർക്കും പൈസ തന്നിട്ടുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളൊന്ന് കൈകൂട്ടി പിടിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പള്ളിയിൽ 10 മിനിറ്റ് ഈത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ളതാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് ഇശാറ അതിന്റെ ഒരു പാട്ടാണ്. സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ അതിന്റെ ഒരു പാട്ടാണ്. മീറ്റിംഗ് നടക്കുന്നു, സെക്ടറിന്റെ മീറ്റിംഗ്, യൂണിറ്റിന്റെ മീറ്റിംഗ്, ഹദറത്തുൽ ബദരിയ, സ്വലാത്ത് മജ്ലിസ്, എന്തോ ആവട്ടെ, ആ മീറ്റിംഗിൽ പോയി ഞാൻ പങ്കെടുക്കുന്നത് എനിക്ക് ഒരു പണിയും അതിലില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞ ദീർഘമായ സംഭവം നമുക്കറിയാം. ഇന്നലിൽ മലായികത്തി ലസയ്യാഹി ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീന ഫിൽ അർദ്. ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട്. യത്ലുബൂന മജാലിസൽ ദിക്രി, അവരെ ദിക്റിന്റെ മജ്ലിസുകൾ തേടി നടക്കുന്നവരാണ്. അവിടെ പോയിരുന്നാൽ അവർ കുറെ നേരം അവിടെ ഇന്ന് ഈ മജ്ലിസിന്റെ ദുആ കഴിഞ്ഞാൽ അവർ റബ്ബിലേക്ക് തിരിച്ചു പോകും. ഞാൻ ദീർഘമായി പറയല്ല. അപ്പോൾ അല്ലാഹു അവിടുന്ന് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ ഇവിടെ ആസാത്ത് ടവറിലെ എം ഫ്ലോറിൽ വെച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു മഹദറത്തുൽ ബദരിയ, അതിനു വേണ്ടി പോയി വന്നതാണ്. അവിടെ എന്താണ് ആൾക്കൂട്ടം? അവിടെ ആൾക്കൂട്ടം ദിക്ർ ചൊല്ലുകയാണ്. നിങ്ങൾ അവരെന്താണ് ആഗ്രഹിക്കുന്നത്? അവരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അവരെന്താണ് ചോദിക്കുന്നത്? അവർ സ്വർഗം ചോദിക്കുന്നുണ്ട്. ഇതിനൊരുപാട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞ് അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് അവർ സ്വർഗം ചോദിക്കുന്നത്? അവർ കണ്ടാൽ എന്തായിരിക്കും അതിന്റെ ആ ചോദ്യത്തിന്റെ അവസ്ഥ? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരെന്തിനാണ് അവർ കാവൽ ചോദിക്കുന്നത്? നരകത്തിന് കാവൽ ചോദിക്കുന്നു. അവർ നരകം കണ്ടോ? ഇല്ല. കണ്ടാൽ എന്തായിരിക്കും അവരുടെ ഹാൽ? അത് അശദ്ദു മിൻഹു ആയിരിക്കുമെന്ന് മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു. അപ്പോൾ മലക്കുകൾ പറയുന്നു, ഉശ്ഹിദുക്കും യാ മലായികത്തി അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ നിങ്ങളെ സാക്ഷിയാക്കുന്നു, ഈ മഹദറന്റെ മജ്ലിസിൽ കൂടിയ അവർക്ക് എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളെ സാക്ഷിയാക്കി പറയുമെന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞപ്പോൾ മലക്കുകളുടെ ഒരു സംശയം കൂടി അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആ മലക്കുകൾ പറയുന്നു, പടച്ചവനെ, ആ കൂട്ടത്തിൽ ഒരു കെതുമ്പാടിക്കാരൻ വന്നിരുന്നു. അയാള് ദിക്റിന് വന്ന ആളല്ല, അയാൾ നെൽക്കാജിനെ കാണാൻ വേണ്ടി വന്ന ആളാണ്. അയാള് വന്നപ്പോ ഇയാള് ദിക്റില്ല, ഇയാള് ഇറങ്ങൂലല്ലോ പള്ളിന്ന്, അങ്ങനെ അയാളെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പറയുമത്രേ, ഹുമുൽ ഖൗമു, അവരൊരു ടീമാണ്, അവരൊരു കോമാണ്.
അവരൊരു ടീമാണ്. ലാ യഷ്കാ ജലീസുഹും, അവരെ അടുത്തുപോയി അവരെ കൂടെ ഇരിക്കുന്നവർ പോലും പരാജയപ്പെട്ടു പോവുകയില്ലെന്ന് ബയ്യനല്ലാഹു അസ്സ വജൽ. എങ്കിൽ ഒരു കാരണവുമില്ലാതെ ഞാൻ അവിടെ മീറ്റിങ്ങിന് പോയില്ലെങ്കിൽ എന്താ, ഇന്ന് എന്റെ സാന്നിധ്യം ഉണ്ടായില്ലെങ്കിൽ വിഷയം നക്കൊന്നും എന്തൊരു മീറ്റിംഗ് ഉണ്ട്, കൽപ്പിച്ചാറ മീറ്റിംഗ് ഞങ്ങൾക്ക് ടാർഗറ്റ് പണ്ട് ഓടോ ചൊല്ലാറ്, ഇതാണ് വിഷയം. നാളെ പോയില്ലെങ്കിൽ എന്താ അവിടെ മീറ്റിംഗ്, പോയെങ്കിൽ പോയില്ലെങ്കിൽ ഒന്ന് കോട വിത്തര് ജഗലിമേലെ ഈ പറയുന്ന ഒരവസ്ഥയിൽ ഉള്ള ആളുകളുണ്ടല്ലോ. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ അള്ളാഹുവിന്റെ ഖുദ്സിയായ ഹദീസ് പറഞ്ഞു, ഹുമുൽ ഖൗമു, അവരൊരു ടീമാണ്. ആര്? ഈ ഇരിക്കുന്ന ടീം ഒരു ടീമാണ്. ലാ യഷ്കാ ജലീസുഹും, അവരെ കൂടെ വെറുതെ പോയി ഇരുന്നാലും അവർ പരാജയപ്പെട്ടു പോവുകയില്ല. എങ്കിൽ നമുക്ക് കൂടെ നിൽക്കേണ്ടതില്ലേ? വേണോ? വേണ്ടേ? നമ്മൾക്ക് നോമ്പ് അല്ലാഹു ഫർളാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങളാണ്. ഇനി വേറെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി നോർത്ത് കർണാടകയിൽ ഇന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാം, നമുക്ക് അറിയില്ല കഥകള്, 2237 കറക്റ്റ് നമ്പർ. ഇപ്പോൾ നമ്പറിന്റെ എല്ലാവർക്കും വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലേ? 2237 വിദ്യാർത്ഥികൾ നമ്മുടേതായി നോർത്ത് കർണാടകയിൽ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 51 ദായികളും ബാക്കി സ്റ്റാഫുകളുമായി 65 ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നു KCF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം. ഇതിലൂടെ 75 വയസ്സ് പ്രായമുള്ള ഒരു വാപ്പയുണ്ടാകാം ആ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട്. എന്നാൽ ആ വല്ലപ്പോഴും ഒരു കുട്ടി ഒരു അലിഫാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തന്റെ മകന് ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിന് 1000 ദിർഹം പ്രതിഫലം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്, ഒരു ഫാത്തിഹ പഠിപ്പിച്ചതിന് പകരം. അങ്ങനെ ഈ 2237 നിലവിലുള്ള കുട്ടികൾക്ക് നമ്മുടെ KCF മതവിജ്ഞാനം നൽകി അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുവെങ്കിൽ അതിന് നമ്മുടെ ഒരു 10 ദിർഹം മാസത്തിൽ നമ്മൾ ചെലവാക്കിയാൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ആർക്കും തോന്നുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യത്തെ ഇഫ്താർ 4 സെക്ടറിൽ നടക്കുന്നു. നിങ്ങൾ പരമാവധി ആളുകളെ ഇഫ്താറിന് കൊണ്ടുവരണം. പിരിവുണ്ടാവില്ല. എന്നാൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പിരിവ് നടത്താൻ പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഇഹ്സാൻ ഒന്നുകൂടി അഭിവൃദ്ധിപ്പെടുത്താനുള്ള ആരെങ്കിലും മാസത്തിൽ തരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവിടെ അവർക്ക് വരിക്കാരായി ചേരാവുന്നതാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം ഞാൻ 1000 ദിർഹം തരാം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേരാം. അത് നിർബന്ധിച്ചുകൊണ്ടൊരു പരിപാടിയല്ല ഇഫ്താർ. ഇഫ്താർ ഒരു സ്നേഹ സംഗമമായി നാം നടത്തുന്നു. എല്ലാ സെക്ടറുകളിലും പരമാവധി ഒരു 100ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇഫ്താർ സംഘടിപ്പിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങണം. റെഡിയല്ലേ? ആ 2237 കുട്ടികൾ എന്ന് പറയുന്നത് അടുത്ത ബജറ്റിൽ വരുമ്പോൾ നമുക്കത് വർദ്ധിപ്പിക്കാൻ കഴിയണം. അതിന്റെ കൂടെ KCF ഇൻഷാ അല്ലാഹ് UAE കമ്മിറ്റി ബഹുമാനപ്പെട്ട IC നേതൃത്വം ഹമീദ് സാദി ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നു, അഭിമാനപൂർവ്വം അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ നോർത്തിലുള്ളതുപോലെ സൗത്തിലും ദഅവ നടത്തണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്രാവശ്യം മഹബ്ബ നടന്നപ്പോൾ എല്ലാവരോടും പറഞ്ഞിരുന്നു, നമുക്ക് കൂപ്പൺ പരമാവധി നിങ്ങൾ വിൽക്കണം. ഉമർ ബദിയാറിനെ പോലുള്ള ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ കൂപ്പണിന്റെ പൈസ ചെലവാവാതെ ഇറച്ചിക്ക് വേണ്ടി വേറെ തന്നെ പൈസ ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കി അവരൊക്കെ അധ്വാനിച്ചിട്ടുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിന്റെ ഫലമായി അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ മംഗലാപുരം ടൗൺ ഭാഗത്ത് ഒരു ദഅവാ സെന്റർ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നാമതായി റമദാനിലെ മുഴുവൻ ദിനരാത്രികളിലും ദുആ ചെയ്യണം. അതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞ ഉടനെയെങ്കിലും അതിന്റെ തുടക്കം കുറിക്കുകയും മറ്റും വേണം. നമുക്ക് ഇനിയും ഈ ദഅവാ രംഗത്ത് സജീവമാവണം. ലഅല്ലക്കും തത്തഖൂൻ. അതിലൂടെയാണ് നമുക്ക് തഖ്വ ഉണ്ടാവേണ്ടത്. ഇങ്ങനെ KCFന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പൊ 7 ഡിവിഷനുകളായി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വെൽഫെയറിന്റെ പ്രവർത്തനം നമുക്കറിയാം, ഇഹ്സാന്റെ പ്രവർത്തനം നമുക്കറിയാം, പബ്ലിക്കേഷന്റെ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞു, ഓർഗനൈസിംഗ് വിഭാഗം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന ഒരു അബ്ദുറഹ്മാനിന്റെ വോയിസ് മാത്രമായിട്ട് അങ്ങനെയല്ല ഓർഗനൈസിംഗിന്റെ ആൾ അവരിങ്ങനെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഒരു സാഹചര്യമാവരുത്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ
ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക വമാ ഫീഹ. എന്റെ കാരണത്താൽ ഒരാള്, ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ കാരണത്താൽ ഒരാള് ഈ പ്രസ്ഥാനവുമായി അടുക്കാൻ സന്മനസ് കാണിച്ച് ഇങ്ങോട്ട് വന്നെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങൾ ഓഫറാക്കിയ പ്രതിഫലമാണ്. അഗൈൻ റിപ്പീറ്റ്, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ മിനദ് ദുനിയാ വമാ ഫീഹാ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളെ മുഖം കണ്ടുകൊണ്ട് ശറഫാകപ്പെട്ട ബറക്കത്തോടു കൂടി ഇരിക്കുന്ന മഹാനുഭാവനോട് വൈമനസ്യം കാണിച്ചപ്പോൾ യമനിലേക്ക് ഗവർണറായി പോകുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഈ ഓർഗനൈസിംഗ് വിഭാഗത്തിൽ നിനക്ക് പെടാൻ കഴിഞ്ഞെങ്കിൽ അതിൽ ഞങ്ങൾ എല്ലാവരും എന്താണ് ഓർഗനൈസർ ആവണം. വെറും അബ്ദുറഹ്മാനും തങ്ങളും മാത്രം പോരാ, നമ്മൾ എല്ലാവരും എന്താവണം, ഓർഗനൈസർമാരാവണം. എന്നെ കൊണ്ട് ഈ രംഗത്തൊരാളെ കൊണ്ടുവരണം. നമ്മുടെ പ്രവർത്തനത്തിന്റെ 5ാമത്തെ ഡിവിഷൻ അതാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏതാണ് നോളജിലുണ്ടായ നേട്ടങ്ങള്. ബഷീർ രാജൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, നെൽക്കാജിയും ഇരിക്കുന്നുണ്ട്, ഇവിടെ പ്രായമുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ അതിന്റെ അനുഭവം ധാരാളം പറയാനുണ്ടാവാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളിവിടെ നിരന്തരമായ അസുഫ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഇനിയും അത് ഹയാത്താവണം. നമ്മുടെ അസീസ് സഖാഫിയെ പോലുള്ള നല്ല പിന്നെ എന്താ പറയാ പ്രഗത്ഭരായ ഉലമാവ് നമുക്ക് നേതൃത്വത്തിനുണ്ട്. പക്ഷെ ഞാൻ എന്ത് വേണം അതിന്? ഞാൻ തയ്യാറാവണം. അസുഫ എന്ന് പറയുന്ന മഹത്തരമായ ഒരു വിഷയത്തിലൂടെ നാം ധാർമ്മിക വിദ്യാഭ്യാസം ആണുങ്ങൾക്ക് നൽകുമ്പോൾ നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഉമ്മമാർക്ക് സാലിഹ എന്ന കോഴ്സിലൂടെ സഹോദരിമാർക്കും അതിന്റെ രജിസ്ട്രേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യമാരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇനിയും ചേരാനുള്ള അവസരങ്ങൾ കൊടുക്കാം. നോമ്പ് കഴിഞ്ഞ ഉടനെ 4ാമത്തെ സെമിസ്റ്ററിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. നോളജിന്റെ പ്രവർത്തനം അങ്ങനെ നടക്കും. പിന്നെന്താ വേണ്ടത്? പ്രൊഫഷണൽ. നമ്മളെല്ലാവരും പ്രൊഫഷണലുകളാണ്. ആർക്കാ കുറവ്?